നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരുപോലെ സന്തോഷം നൽകുന്നൊരു വാർത്തയെക്കുറിച്ചാണ്. അതെ, സർക്കാർ പ്രഖ്യാപിച്ച പുതിയ DA വർധനവിനെക്കുറിച്ച്. അതിന്റെ എല്ലാ വിവരങ്ങളിലേക്കും നമുക്ക് കടക്കാം. ഇതാണ് ആ പ്രധാനപ്പെട്ട നമ്പർ, 3%. സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത, അതായത് ഡിയർനെസ് അലവൻസ് 3%മാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോ ഈ പ്രഖ്യാപനം കൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സർക്കാർ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? നോക്കൂ, സംഭവം വളരെ സിമ്പിളാണ്. ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് 22% DA ആയിരുന്നു. ഇപ്പോൾ നേരെ 25%ത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് 3%ത്തിന്റെ ഒരു നല്ല വർധനവ്. ശരി, ഈ വർധനവൊക്കെ കൊള്ളാം. പക്ഷെ ഇതിന്റെ ഗുണം ആർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? അതാണ് സ്വാഭാവികമായും വരുന്ന അടുത്ത ചോദ്യം. ഇതൊരു ചെറിയ ഗ്രൂപ്പിന് മാത്രമല്ല കേട്ടോ. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ, പെൻഷൻ വാങ്ങുന്ന നമ്മുടെയെല്ലാം പ്രിയപ്പെട്ടവർ, പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഇവർക്കെല്ലാവർക്കും ഈ ആനുകൂല്യം കിട്ടും. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ വാർത്ത തന്നെയാണ്. ഓക്കെ, പ്രഖ്യാപനമൊക്കെ വന്നു. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്: ഈ പൈസ എപ്പോ കയ്യിൽ കിട്ടും, അല്ലേ? നമുക്ക് ആ ടൈം ലൈൻ ഒന്ന് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ പ്ലാൻ ഇങ്ങനെയാണ്. കുടിശ്ശിക ഒറ്റയടിക്കല്ല, 2 ഗഡുകളായിട്ടാണ് തരുന്നത്. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഫെബ്രുവരിയിലെ ശമ്പളത്തിന്റെ കൂടെ അക്കൗണ്ടിലെത്തും. ബാക്കിയുള്ളത് മാർച്ചിലെ ശമ്പളത്തിന്റെ കൂടെയും കിട്ടും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം: മാർച്ചിൽ തരാനുള്ള ബാക്കി കുടിശ്ശികയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സർക്കാർ ഉത്തരവ് കൂടി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനു വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. ഈ പ്രഖ്യാപനം വെറുതെ അങ്ങ് വന്നതല്ല കേട്ടോ. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. ഈ അടുത്ത് അവതരിപ്പിച്ച ബജറ്റിൽ സർക്കാർ കൊടുത്ത ചില ഉറപ്പുകളുടെ ഭാഗമാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നത്. അതെ, നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ കൃത്യമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണിത്. DA, DR കുടിശ്ശികകൾ ഘട്ടം ഘട്ടമായി പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്ന്. ആ വാക്കാണിപ്പോൾ ഇവിടെ പാലിക്കപ്പെടുന്നത്. ഈ DA വർധനവ് ഒരു വലിയ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം ബജറ്റിൽ വേറെയും ചില പ്രധാന വാഗ്ദാനങ്ങളുണ്ട്. ജീവനക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നത് അതിലൊന്നാണ്. പിന്നെ ഒരുപാട് പേർ കാത്തിരുന്ന ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് പുനഃസ്ഥാപിക്കുമെന്നതും വലിയൊരു കാര്യമാണ്. ഇതിനെല്ലാം ഉപരി ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക മുഴുവനെ തീർക്കാനുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നും സർക്കാർ പറയുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ DA വർധനവ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് പ്രതീക്ഷ നൽകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ബജറ്റിൽ വാഗ്ദാനം ചെയ്തതുപോലെ ജീവനക്കാരുടെ മറ്റ് ദീർഘകാല ആവശ്യങ്ങളെല്ലാം സമയബന്ധിതമായി നിറവേറ്റപ്പെടുമോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം.